കോളൺ ക്യാൻസർ അഥവാ വൻകുടലുണ്ടാകുന്ന ക്യാൻസർ ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും കൂടി വരുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കോളൺ ക്യാൻസറിന് എപ്പോഴും ഒരു പോളിപ്പിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ പോളിപ്പ് മാറ്റങ്ങൾ വന്ന് ഒരു ശരിയായ ഒരു കോളൺ ക്യാൻസറായി രൂപാന്തരം സംഭവിക്കുവാൻ വർഷങ്ങളെടുക്കും. ഇതുകൊണ്ട് തന്നെയാണ് കോളൺ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസർ നമുക്ക് സ്ക്രീനിങ്ങിലൂടെ നേരത്തെ തന്നെ നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. ഒരു പോളിപ്പ് ഡെവലപ്പ് ചെയ്ത് അത് ക്യാൻസർ ആകാൻ എടുക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ, ഒരു ട്യൂബ് എടുത്ത് മലദ്വാരത്തിനകത്തൂടെ കോളനിലേക്ക് ഇടുമ്പോൾ കോളനിലെ ഡോക്ടറിന് ട്യൂബിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ പോളിപ്പ് ഉണ്ടെങ്കിൽ അതിനെ ബയോപ്സി ചെയ്ത് അതിനെ സർജിക്കലി അകത്തൂടെ എൻഡോസ്കോപ്പിക്കലി തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, മാറ്റുവാൻ സാധിക്കുകയാണെങ്കിൽ കോളൺ ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ ഈ പോളിപ്പായിട്ട് തന്നെ ഇരിക്കുമ്പോൾ അതിനെ ചികിത്സിച്ച് മാറ്റാം. ഇതുകൊണ്ട് തന്നെയാണ് സ്ക്രീനിങ്ങിലൂടെ നിർണ്ണയിക്കപ്പെടുവാനും ചികിത്സിച്ച് ഭേദമാക്കുവാനും കഴിയുന്ന ഒരു ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ക്യാൻസറായി തീരുന്നത് ഈ കോളൺ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസർ. കോളൺ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, അനാരോഗ്യകരമായ ജീവിതശൈലി, അനാരോഗ്യകരമായ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം കാരണമാണ് പലപ്പോഴും കോളൺ ക്യാൻസർ ഉണ്ടാകുന്നത്.